സഞ്ജോസ് സഞ്ജോസ് ഇപ്പോൾ അവിടെ മലയാളം MA-ക്ക് 1-ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അല്ലേ? അതെ അതെ. സഞ്ജോസ് ഇതേ ക്യാമ്പസിൽ നേരത്തെ മറ്റൊരു കോഴ്സ് ചെയ്തിരുന്നു അല്ലേ? ചെയ്തിരുന്നു. ഏതാണ് ആ കോഴ്സ് സഞ്ജോസ്? ഞാൻ MA മലയാളത്തിൽ കേരള പഠനം അതിലായിരുന്നു കോഴ്സ് ചെയ്തിരുന്നത് നേരത്തെ, ഒരു PG. അത് സഞ്ജോസ് പാസ്സായിരുന്നോ? അത് പാസ്സായിരുന്നു. അപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് കേരള പഠനം MA 2 വർഷം കോഴ്സ് പഠിച്ചിറങ്ങിയ ആളാണ് സഞ്ജോസ്. ആ സഞ്ജോസിൽ പഠിച്ച കേരള പഠനത്തിന് മലയാളത്തിൻ്റെ MA-യുടെ ഈക്വലൻസി ഉണ്ടോ സഞ്ജോസ്? MA-യുടെ ഇക്വലൻസി ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ടോ അതിന്? ഓക്കെ, അപ്പോൾ മലയാളം ഈക്വലൻസിയുള്ള ഒരു കോഴ്സ് അതേ ക്യാമ്പസിൽ പഠിച്ചയാളാണ് സഞ്ജോസ്. വീണ്ടും മലയാളത്തിൻ്റെ MA കോഴ്സിന് താങ്കൾ ജോയിൻ ചെയ്തത് എന്തിനാണ് സഞ്ജോസ്? അത് സഞ്ജോസിൻ്റെ തീർച്ചയായും അവകാശമാണ്. പക്ഷേ എങ്കിലും അതേ കോഴ്സ് തന്നെ വീണ്ടും അതേ ക്യാമ്പസിൽ പഠിക്കാൻ താങ്കൾ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ഞാൻ BA പഠിച്ചത്, അതായത് BA പഠിച്ച സെൻറ്റ് സേവിയർസ് കോളേജ് തുമ്പ, മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ വരുന്ന മാസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠനം പൂർത്തിയാക്കിയ ഒരാളാണ് ഞാൻ. അതിന് ശേഷമാണ് കേരള പഠനത്തിൽ വരുന്നത്. ആ കോഴ്സ് സത്യത്തിൽ കേരള പഠനത്തിനകത്ത് മലയാളമാണ്. പിന്നീട് അത് നെറ്റിൻ്റെ കാര്യമായിരുന്നാലും ശരി, മറ്റുള്ള കാര്യമായിരുന്നാലും ശരി, അത് മലയാളത്തിലോട്ടാണ് അതിൻ്റെ എലിജിബിലിറ്റി എല്ലാം പോകുന്നത്. എന്നാൽ എൻ്റെ UG സംബന്ധിച്ചിടത്തോളം UGയിൽ എനിക്ക് ജേർണലിസത്തോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് റിസർച്ച് ചെയ്യുന്നതിന് അതിയായ ഒരു താല്പര്യമുണ്ട്. അത് മലയാളത്തിൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിസർച്ച് എന്നുള്ളൊരു മോഹവുമായിട്ടാണ് ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ രണ്ടാമതൊരു കേരള പഠനത്തിൽ MA എടുത്തുകൊണ്ട് തന്നെ താങ്കൾക്ക് മലയാളത്തിൽ ഗവേഷണം നടത്താൻ കഴിയുമല്ലോ, കാരണം MA ഈക്വലൻസി മലയാളത്തിനുണ്ട്. എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇത് എന്താണ് ഒരു ബേസ് നേടുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ മലയാളത്തിൽ കയറിയത്. അതായത് എൻ്റെ മലയാളം പഠിച്ചു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതേ ക്യാമ്പസിൽ അതേ ഈക്വലൻസിയുള്ള ഒരു കോഴ്സ് താങ്കൾ തിരഞ്ഞെടുക്കുന്നത്. ശരി, താങ്കളെക്കുറിച്ച് വരുന്നൊരു ആരോപണം, താങ്കൾ KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് ക്യാമ്പസിൽ താങ്കളുടെ ദൗത്യം രാഷ്ട്രീയ ദൗത്യം കൂടി ആയതുകൊണ്ടാണ് അതേ ക്യാമ്പസിൽ ഈക്വലൻസിയുള്ള ഒരുപക്ഷെ ഡബിൾ MA എന്ന് തോന്നാവുന്ന തരത്തിലൊരു കോഴ്സ് എടുത്തിരിക്കുന്നത് എന്നതാണ് താങ്കൾക്കെതിരെയുള്ള ആരോപണം. അതുകൊണ്ട് ഞാനിത് ചോദിച്ചു എന്ന് മാത്രം. സഞ്ജോസ്, ഒരു ചോദ്യം കൂടി. സഞ്ജോസിന് മർദ്ദിച്ചു എന്ന് പറയുന്ന ആ സ്ഥലമുണ്ടല്ലോ, അത് റിസർച്ച് ഹോസ്റ്റലല്ലേ? അതെ അതെ സാർ, റിസർച്ച് ഹോസ്റ്റലാണ്. ആ റിസർച്ച് ഹോസ്റ്റലിൽ സഞ്ജോസ് എന്തിനാണ് പോയത്? ഞാൻ റിസർച്ച് ഹോസ്റ്റലിൽ പോയിട്ടില്ല. ഞാൻ ക്യാമ്പസിലുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിനെ തടഞ്ഞതുകൊണ്ടാണ് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വെച്ച് എൻ്റെ സുഹൃത്തിനെ തടയുകയും ആ സുഹൃത്തിനെ വിടണം എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. സഞ്ജോസിൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ പഠിക്കുന്ന സുഹൃത്താണ്, കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്? അല്ല അല്ല അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം. ക്യാമ്പസിനുള്ളിലുള്ളതോ? അല്ല, എൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹം. കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന ആളല്ല. പഠിക്കുന്ന ആളല്ല. അയാൾ ഈ സെക്യൂരിറ്റിയുടെ പെർമിഷനോട് കൂടിയാണോ ക്യാമ്പസിനുള്ളിൽ വന്നത്? അതെ, അദ്ദേഹവും ഞങ്ങളൊരു കഴക്കൂട്ട ലേ അറേബ്യ പോലും കഴിച്ചിട്ട് അവിടെ നിന്ന് വരുന്ന വഴിക്ക് അകത്തോട്ട് കയറുന്നതിന് അവിടെ ഇരുന്ന കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കാത്ത വിദ്യാർത്ഥിയെയും കൂട്ടി സഞ്ജോസ് ക്യാമ്പസിനുള്ളിലേക്ക് സെക്യൂരിറ്റി കടന്ന് താങ്കൾ എത്തുന്നു. ആ സമയത്താണ് താങ്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത്, അവിടെ തർക്കമുണ്ടാവുന്നത് അല്ലേ? അല്ല സാർ, അദ്ദേഹം എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പസിൽ നവാഗതരെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളും ക്യാമ്പസിലെ KSU ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അവരോട് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ സഞ്ജോസ് ആ ഘട്ടത്തിൽ ആ കോഴ്സിൽ നവാഗതനാണ് അല്ലേ? സീനിയർ വിദ്യാർത്ഥിയല്ല? അല്ല സാർ, ഞാനിപ്പോൾ നിലവിൽ രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥി. ഡിഗ്രി രണ്ടാമത് പഠിക്കുന്നതാണ്. സഞ്ജോസ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തയാളാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ സഞ്ജോസ് ആ ക്യാമ്പസിൽ പഠിക്കാത്ത വിദ്യാർത്ഥിയുമായി ക്യാമ്പസിനുള്ളിൽ എത്തുന്നു. അവിടെ വെച്ച് താങ്കളെ അകാരണമായി ഈ SFI പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. അതെ
സെക്യൂരിറ്റി വിങ് ഈ റിസർച്ച് ഹോസ്റ്റലിന് തൊട്ട് മുന്നിലല്ലേ? ഒരു 10 മീറ്റർ ദൂരം പോലും ഇല്ലല്ലോ. അതെ, 10 മീറ്റർ ദൂരം പോലും ഇല്ല സാർ. ആ സെക്യൂരിറ്റിയുടെ മുന്നിൽ വെച്ചാണോ താങ്കളെ മർദ്ദിച്ചത്? അതെ, സെക്യൂരിറ്റിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നെ വലിച്ചഴിച്ച് റിസർച്ച് ഹോസ്റ്റലിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, സെക്യൂരിറ്റി അപ്പോൾ അവിടെ ഇല്ലേ? സെക്യൂരിറ്റി ഇത് കാണുന്നില്ലേ? സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു സാർ, ഉണ്ടായിരുന്നു. പക്ഷേ സെക്യൂരിറ്റി താങ്കളെ മർദ്ദിക്കുന്നതോ വലിച്ചു കൊണ്ടുപോകുന്നതോ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് സഞ്ജോസ്. സാധാരണ കാര്യവട്ടം ക്യാമ്പസിലെ സെക്യൂരിറ്റിമാരൊന്നും കാണാറില്ല സാർ. കാരണം സാറിനറിയായിരിക്കും, മുൻപൊരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോഴും ഇവിടുത്തെ സെക്യൂരിറ്റിമാരൊന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഉള്ള സെക്യൂരിറ്റിമാരാണ്. അപ്പോൾ അവർ എന്നിട്ട് 121 നമ്പർ മുറിയിലേക്ക് കൊണ്ടുപോയി. കാര്യവട്ടം ക്യാമ്പസിലെ റിസർച്ച് ഹോസ്റ്റൽ സെക്യൂരിറ്റിയുടെ 10 മീറ്റർ അകലെ നിൽക്കുന്ന റിസർച്ച് ഹോസ്റ്റലിൽ താങ്കൾ റിസർച്ച് ഹോസ്റ്റലിന്റെ പുറത്ത് നിൽക്കുമ്പോൾ താങ്കളെ ബലമായി വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു അല്ലേ? കയ്യിൽ പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അല്ല സാർ, എൻ്റെ കഴുത്തിന് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ആള് എൻ്റെ കഴുത്തിന് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈ, അതെ, അദ്ദേഹത്തിൻ്റെ ഈ കൈയുടെ ഇവിടെ ഈ കൈ ക്യാമറ കാണാമെന്ന് അറിയില്ല, ഈ അദ്ദേഹത്തിൻ്റെ കൈയുടെ ഇടയിൽ വെച്ച് എന്നെ ഇറക്കി, എൻ്റെ കഴുത്തിൽ ഇറക്കിയിട്ടാണ് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് എന്നെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. കുറേ ദൂരം എന്നെ അങ്ങനെയാണ് ഇവർ അതിനുശേഷം ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകുന്നു. അതെ, MA വിദ്യാർത്ഥിയായ താങ്കളെ റിസർച്ചേഴ്സ് വഴി PhDയും ഇപ്പോൾ MPhil ഇല്ലാത്തതോട് ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ 121 മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. താങ്കൾ വന്ന അപ്പോൾ ആ സമയത്ത് താങ്കളുടെ സുഹൃത്ത് താങ്കളുടെ കൂടെ ഉണ്ടോ? ഇല്ല. ആ സുഹൃത്ത് എവിടെ പോയി? എൻ്റെ സുഹൃത്തിനെ അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. സുഹൃത്തിനെ അവിടെ അവർ നിർത്തിയിരിക്കുകയായിരുന്നു. സുഹൃത്ത് വണ്ടിയോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ വരുന്ന സമയത്ത് SFI പ്രവർത്തകർ നടന്നു വരുന്ന സമയത്ത് അജിന്ത് അജയ് എന്ന് പറയുന്ന ആൾ പറയുകയും ഇവനെ എടുത്ത് തൂക്കി ഹോസ്റ്റലിൽ കയറ്റുമെന്ന് പറയുകയും അങ്ങനെ എന്നെ അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ഹോസ്റ്റലിനകത്തോട്ട് പോകുന്നു. ആ പോകുന്ന സമയത്താണ് ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു അകത്തോട്ട് കയറി പോകുന്ന സൈഡിലൊരു കമ്പിയുണ്ട്. ആ കമ്പിയിൽ ബലമായി പിടിച്ചിരുന്നു. അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി പിടിക്കുകയുണ്ടായി. പിടിച്ച സമയത്ത് 2 കൈയും കൊണ്ട് എൻ്റെ കഴുത്തിന് ഞെരിച്ച് കഴുത്തിന് എന്നെ ഇങ്ങനെ തൂക്കിഞ്ഞെടുത്ത് കഴുത്തിൽ ഇങ്ങനെ തൂക്കിയെടുക്കുകയും പിന്നെ ഒരാൾ കൂടെ വന്നു, മറ്റൊരു കുട്ടി കൂടെ വന്ന് എൻ്റെ ബലമായിട്ട് എൻ്റെ വയറിൻ്റെ ഈ ഭാഗത്ത് വലിച്ച് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് 121 മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. താങ്കളുടെ ബൈക്ക് അന്നേരം എവിടെയായിരുന്നത് സഞ്ജോസ്? ഞങ്ങളുടെ ബൈക്ക് ഇരുന്നത് ആ ഹോസ്റ്റൽ, അതായത് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടുന്ന ഹോസ്റ്റലിൻ്റെ തുടക്കത്തിലാണ്. അതായത് നമ്മുടെ ഗ്രൗണ്ട് കഴിഞ്ഞ ഉടനെ വരുന്ന ആ ഒരു ഭാഗത്താണ് ഈ ബൈക്ക് ഇരുന്നത്. അവിടെ നിന്ന് ഹോസ്റ്റൽ മുറി വരെ താങ്കൾ എങ്ങനെ എത്തി? ഹോസ്റ്റലിന് മുമ്പ് വരെ? അവിടെ നിന്ന് ഹോസ്റ്റലിൻ്റെ മുമ്പിലോട്ട് ഇവരെന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിദ്യാർത്ഥി എന്നെ കഴുത്തിന് പിടിച്ച് തൂക്കിക്കൊണ്ടുപോവുകയാണ്. പിന്നെ എന്നെ വലിച്ചഴച്ചാണ് അതിനകത്ത്. ഗ്രൗണ്ടിലാണോ ഇരുന്നത് ആ ഷട്ടിൽ കളിക്കുന്ന സ്ഥലത്ത്? അല്ലല്ല, ഇപ്പുറത്തെ അതല്ല സാർ, നമ്മുടെ ഇപ്പുറത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ. അതായത് നമ്മളെ ഷട്ടിൽ കളിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ, അവിടെ നിന്ന് പിന്നീട് താങ്കൾക്ക് മർദ്ദനമേൽക്കുന്നു. അതിനുശേഷം പോലീസിനെ വിളിക്കുന്നു, പോലീസ് എത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ താങ്കൾ പറയുന്നു. ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഞാനിത് ഇത്രയും വിശദമായി ചോദിച്ചത് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കൂടി വേണ്ടിയാണ്. നമുക്കൊപ്പം